ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ധനുഷ് നായകനാവുന്ന കുബേര മൂവി. ധനുഷും ഉണ്ട്, നാഗാർജുനയും ഉണ്ട്. ആക്ച്വലി പടം ഇറങ്ങിയത് 20-ാം തീയതി ആയിരുന്നു. ഇന്നിപ്പം 22 ഓൾറെഡി മൂവി കണ്ടായിരുന്നു. ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു റിവ്യൂ ദ മൂവി. ആക്ച്വലി എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് ആക്ച്വലി മൂവി റിവ്യൂ ചെയ്യാനായിട്ട്. ബട്ട് ഐ ഹാവ് ടു ഡു. ഡയറക്റ്റഡ് ബൈ ശേഖർ കംല. പുള്ളിയാണ് ഫിദ മൂവി ചെയ്തത്. പുള്ളി തന്നെയാണ് റൈറ്റ് ചെയ്തേക്കുന്നതും. ഇപ്പോൾ സ്റ്റാറിങ് വരുന്നത് ധനുഷ്, നാഗാർജുന, രശ്മിക, അങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് വരുന്നത്. മ്യൂസിക് ദേവിശ്രീ പ്രസാദാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നടാവുബയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ധനുഷ് ഈ ഒരു മൂവി കമ്മിറ്റ് ചെയ്തത്? സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വീക്ക് സ്റ്റോറിയാണ്. റൈറ്റിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് വീക്കുണ്ട്. ധനുഷിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ, പുള്ളി ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ധനുഷ് ചെയ്യുന്നത്. ഹീസ് എ ബെഗർ, ഒരു ഭിക്ഷക്കാരനായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റിങ്ങിൽ വീക്കായ ക്യാരക്ടറിനെ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് മാക്സിമം ലിഫ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ബട്ട് ദ തിങ് ഈസ്, ഈ പടത്തിനകത്ത് ഉണ്ടാവുന്ന ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇൻസിഡൻറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി മനസ്സിലാവും. നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടാണ് അതിനകത്തുള്ള ആൾക്കാർക്ക് ഈ സാധനം മനസ്സിലാവുന്നത്. യു നോ വാട്ട് ഐ മീൻ. ഞാൻ എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ. നാഗാർജുന ചെയ്യുന്ന റോൾ എന്ന് പറയുമ്പം ദീപക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഹീസ് ആൻ എക്സ് CBI ഓഫീസർ. പുള്ളി ജയിലിലൊക്കെയാണ്. പിന്നെ അവിടുന്ന് വീണ്ടും പുറത്തേക്ക് വരുന്നു. ഒരു റിച്ച് ബിസിനസ്മാന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആ റിച്ച് ബിസിനസ്മാൻ്റെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ദീപക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. സോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് കുറച്ച് ആൾക്കാരെ വേണം. ആ ആൾക്കാരിൽ ഒരാളാണ് ധനുഷ്. അങ്ങനെ പോകുന്നതാണ്. ബേസിക് പ്ലോട്ട് പറയാമെന്നുണ്ടെങ്കിൽ, ഒരു റിച്ച് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരും ഏറ്റവും ലോ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരിതാണ് കാണിക്കുന്നത്. ആ ഒരു അന്തരവ് അല്ലെങ്കിൽ ആ ഒരു അന്തരവും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ ലെവലിൽ നിൽക്കുന്നവരെ ഉപയോഗിക്കുന്നതും ഇവരെ ബലിയാടുകളാക്കുന്നതും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് 3 hours ഉണ്ട് ഈ മൂവി. അത് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി അങ്ങ് പോകുന്ന രീതിക്കാണ്. കുറച്ചുകൂടെ ട്രിം ആക്കിയിരുന്നെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇതാക്കായിരുന്നു. പക്ഷേ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ധനുഷിനെ പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ അങ്ങോട്ട് വർക്കായിട്ടില്ല. രശ്മിക മന്ദാന അത് പിന്നെ പറയണ്ട, വെറുതെ ഒരു കാര്യമില്ലെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. ഹീറോയിനായതുകൊണ്ട് മാത്രം അവിടെ ഇവിടെ കുറേ സീനും വരുന്നു. പുള്ളിക്കാരത്തിലെ കുറച്ച് ഓവറായിട്ടുള്ള ഇമോഷണൽ സീന്, പുള്ളിക്കാരത്തിലെ കുറച്ച് ഓവറായിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാ 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 ബ്ലാ. ആക്ച്വലി രശ്മിക മന്ദാന ആക്ച്വലി വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഈ മൂവിക്കകത്ത്. ഐ എം നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി കോൾഡ് കുബേര. താല്പര്യമുള്ളവർ പോയി കാണുക. ഒന്നുമില്ല, ചുമ്മാ പോയിരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇഫ് പോയി കാണാൻ താല്പര്യമില്ലാത്തവർക്ക് OTT ആകുമ്പോൾ കാണാം. സോ ഈ കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.